എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യെസ്, ഈ കിഴി റിയാക്ഷൻ ആണ്. ദ ഗ്രേറ്റസ്റ്റ് ഓഫ് ആൾ ടൈം, ദ ഗോട്ട് സിനിമയുടെ ഒരു ബിഗ് അപ്ഡേറ്റ് നമ്മുടെ ചെറുകൻ തന്നിട്ടുണ്ട് വെങ്കട് പ്രഭു. ആള് പറയുന്നത് വലിയ കാര്യങ്ങളാണ്. ശരിക്കും പേടിയാവുന്നുണ്ട് കേട്ടോ കേൾക്കുമ്പോൾ. പറയുന്നത് കേൾക്കുമ്പോൾ മാത്രമല്ല, ആളെന്തൊക്കെയോ ട്രെയിലറിൽ തന്നിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. ആ ട്രെയിലർ കണ്ടിട്ട് നമുക്കാണെങ്കിൽ ഒരു ഐഡിയ കിട്ടിയില്ല. ഇത് ആർക്കും കിട്ടിയില്ല എന്നാണ് മൂപ്പര് പറയുന്നത്. മൂപ്പര് പറഞ്ഞാൽ അത് മാത്രം ആരും ഡീകോഡിങ് ചെയ്തിട്ടില്ല. അപ്പൊ നമ്മളൊന്നും ഡീകോഡിങ് ചെയ്തത് ആ ഏരിയ കൂടെ പോയിട്ടില്ല കേട്ടോ. വേറെ ഏതോ സാധനമാണ്, നമ്മൾ വേറെ ഏതോ വഴിയാണ് പോയത്. സത്യം, നമ്മൾ സഞ്ചരിച്ച വഴി വേറെയാണ്. അതെ, അപ്പൊ വെങ്കട് പ്രഭു സഞ്ചരിക്കുന്ന വഴി വേറെയാണെന്നുള്ളതാണ്. എന്തായാലും ആള് പറയുന്ന ഒരു വീഡിയോ ഉണ്ട്, നമുക്ക് അതൊന്ന് കാണാം. 1 മിനിറ്റിന്റെ ഒരു ചെറിയ ക്ലിപ്പാണ്. അതിനുശേഷം ബാക്കി സംസാരിക്കാം. இது என்ன ஜானர் அப்படிங்கறத நான் வந்து உண்மையிலேயே ட்ரெய்லர்ல சொல்லிட்டேன். பட் ஒழுங்கா டீகோட் பண்ணல யாருமே. எல்லாருக்கும் புரியுற மாதிரியான, எல்லாருக்கும் பிடிக்கிற மாதிரியான ஒரு படம். இதுல எந்த இடத்துலயும் நான் கன்ஃபியூஸ் பண்ணல, யாரையுமே கன்ஃபியூஸ் பண்ணல. ஆனா உங்களால வந்து அடுத்தது என்ன நடக்க போகுதுன்னு நீங்க உங்களால சொல்லவே முடியாது. அது நான் சேலஞ்ச் பண்ணி சொல்றேன். இது நோக்கி தான் படம் போகுது அப்படிங்கறத உங்களால சொல்லவே முடியாது. நெக்ஸ்ட் சீன் இதான் வரும் அப்படிங்கறத நீங்க சொல்லவே முடியாது. அந்த மாதிரியான ஒரு ஸ்கிரீன் பிளே தான் நான் படத்துல பண்ணிருக்கேன். இட் வில் பி வெரி ஃபாஸ்ட் பேஸ்ட் ஃபிலிம். இட் வில் பி லைக் மங்காத்தா ஆன் ஸ்டெராய்ட்ஸ். வாவ். மங்காத்தால வந்து நிறைய இமோஷன்ஸ் நான் டச் பண்ணவே இல்லை. பேசிக்கலி a complete boys filmமா இருக்கும். How bad these people are trying to backstab each other. அந்த மாதிரியான ஒரு ஜோன்ல மங்காத்தா போயிருக்கும். இது அப்படி பண்ணல. இது வந்து it's about a family man, it's about a family guy. அவருடைய வாழ்க்கையில நடந்த ஒரு மேஜரான எபிசோடு தான் இந்த படம். காந்தின்னு சொல்லி அந்த கேரக்டர் அவரோட லைஃப்ல நடந்த ஒரு பகுதியை வந்து நான் படமா பண்ணிருக்கேன். என்ன நடக்குது அப்படிங்கிற மாதிரி தோணாது. அவங்களுக்கு கிளீனா படம் புரிஞ்சிடும். இல்லையா, மாநாடு படமே எல்லாருக்கும் புரிஞ்சிச்சு. ഒരാളുടെ ജീവിതത്തിന്റെ പകുതി, അതായത് ഗാന്ധിയുടെ ആള് ഫാമിലി മാനാണ്. അതുകൊണ്ട് തന്നെ ഈ മങ്കാത്ത ഫുള്ള് നെഗറ്റീവ് ആയിരുന്നു. സത്യം. അതിൽ വലുതായിട്ട് കാണിച്ചിരിക്കുന്ന എല്ലാവരുടെയും നെഗറ്റീവ് ഷെയ്ഡ് മാത്രമേ കാണിച്ചിട്ടുള്ളൂ. അത് വേറെ അങ്ങനെ ഇപ്പൊ ആള് പറഞ്ഞ പോലെ തന്നെ ഭയങ്കര ഇമോഷണൽ ആയിട്ട് ഒരു സാധനം ഒന്നും അതിൽ കണക്ട് ചെയ്തിട്ടില്ല. ഇതില് അങ്ങനെയൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. പിന്നെ ഒരു കാര്യം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതായത് നമ്മളിങ്ങനെ ഇരുന്ന് അടുത്ത സീൻ ഇതായിരിക്കും കേട്ടോ എന്ന് പ്രഡിക്റ്റ് ചെയ്യൂലേ, ആ സാധനം വെല്ലുവിളിച്ചിട്ടാണ് ആള് പറഞ്ഞേക്കുന്നത്. ഓരോ സീനും അത് കഴിയുമ്പോൾ അടുത്ത സീൻ ഒരിക്കലും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഭയങ്കര ഫാസ്റ്റിലാണ് സിനിമ പോകുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. അതെ, ഏത് ലെവലിലാണോ ദൈവം എടുത്തു വെച്ചേക്കുന്നത്. അല്ല, ഇത്രയും ഫാസ്റ്റ് ആയിട്ട് പോയിട്ട് സിനിമന്റെ ഡ്യൂറേഷൻ ആണ് നോക്കേണ്ടത്. 3 മണിക്കൂർ 3 മിനിറ്റ്. അതിന്റെ റീസെൻസറിങ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പൊ അതിന്റെ ലാസ്റ്റ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നതേ ഗ്രൂപ്പേഴ്സും പിന്നെ ബിഹൈൻഡ് ദ സീൻസും കാര്യങ്ങളല്ലേ, അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളാണ്. എന്തായാലും ആള് ഇതിലെടുത്തു പറഞ്ഞൊരു കാര്യം, ട്രെയിലറിൽ നിങ്ങൾ കാണാത്തൊരു സംഭവം അതിലുണ്ടെന്നാണ്. അതായത് ഇതിന്റെ ജോണർ എന്താന്നുള്ളത് ട്രെയിലറിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അത് ശരിക്കും ആരും ഡീകോഡ് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞത്. ആരും ഡീകോഡ് ചെയ്തില്ല എന്നല്ല പറയുന്നത്, പക്ഷെ അത് ശരിയായ രീതിയിൽ ഡീകോഡ് ചെയ്തിട്ടില്ല എന്നാണ് പറയുന്നത്. ആരും ശരിയായ രീതിയിൽ ചെയ്തിട്ടില്ല. അപ്പം അത് നമ്മൾ ഉദ്ദേശിച്ച സാധനം ആയിരിക്കൂല ആള് അതിനകത്ത് കൊടുത്തിട്ടുണ്ടാവുക. അതാണ് അതിന്റെ സത്യാവസ്ഥ. ഇത് നമ്മളെ ജോണർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മാസ് ആക്ഷൻ, കോമഡി, ഡ്രാമ, അല്ലെങ്കിൽ ഫാമിലി ഡ്രാമ, ഇമോഷണൽ ഡ്രാമ, അങ്ങനെ പല സംഭവങ്ങളുണ്ടല്ലോ. സയൻസ് ഫിക്ഷൻ അങ്ങനെ ഉണ്ട്. അപ്പോൾ ഇത് സയൻസ് ഫിക്ഷനായിട്ട് നമുക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതൊന്നും അല്ലാതെ ഇതൊക്കെ എല്ലാവരും പറഞ്ഞു തന്നെയാണ്. ഇത് രണ്ടും കൂടി ഉണ്ടെന്നോ എനിക്ക് തോന്നുന്നു, സയൻസ് ഫിക്ഷനും. അതെ, അതൊക്കെ ആൾറെഡി പറഞ്ഞതാണല്ലോ എല്ലാവരും. അതാണ്. ഇതിപ്പോ അതൊന്നും അല്ലാണ്ട് ഇപ്പൊ എന്ത് സാധനം വേറെ ഏതാണ്? ട്രെയിലർ ഒന്ന് കണ്ടു നോക്കിയാലോ, ഇനി അഥവാ ഇനി എന്തെങ്കിലും കിട്ടിയാലോ പറയാൻ പറ്റൂല. ട്രെയിലർ ഒന്ന് കണ്ടു അപ്പൊ ഒന്നുകൂടി കാണാം. ചിലപ്പം നമുക്ക് മിസ്സായി പോയ എന്തെങ്കിലും കുറച്ച് സ്ലോ ആയിട്ട് കാണാൻ പറ്റുമെങ്കിൽ വളരെ നല്ലത്. Guys, this is a new assignment. உங்களை லீட் பண்ண போறது ஒரு புது லீடர். 68 international successful operation. റോഡ് മൂവിയാണ്. Hostage negotiator. Full field agent. Politics. In short, he is a goat of SATs. സയൻസ് ഫിക്ഷൻ. സയൻസ് ഫിക്ഷൻ എന്തായാലും ഉറപ്പാ. ഇതൊക്കെ റോഡ് മൂവി ഫുൾ റൈഡ് ഇതും സംഭവങ്ങളും. டென்ஷன் ஆகாது. எனக்கு குழந்தைய நினைச்சலாம் டென்ஷன் இல்ல, காந்திய நினைச்சுதான் டென்ஷன். இப்பெல்லாம் அலோஃபா சுத்திட்டு இருக்காரு. ഫാമിലി മൂവി, டைம்க்கு வரதில்ல. இனிமே சத்தியமா குடிக்கூடாது. ആൽക്കഹോളിക് കണ്ടന്റ്. பொண்ணோட தொடர்பு ഇത് വെള്ളടിച്ച് അലമ്പായി അലമ്പായി നടക്കുന്ന ഒരു
റൊമാൻറ്റിക് ത്രില്ലർ, പ്ലേ ബോയ്സ്. ഇതിൽ ഏതൊക്കെ ജോണർ ഇപ്പൊ പറഞ്ഞു? ഇത് വെങ്കട്പ്രഭു പോലും ചിന്തിക്കാത്ത ജോണറുകൾ ഇപ്പൊ പറഞ്ഞു. ടെററിസ്റ്റ്, മാസാക്ഷൻ, വീണ്ടും റൈഡിങ് പരിപാടി എല്ലാം വരടുണ്ട്. റോഡ് മൂവിയാണ്. റോഡ് മൂവി. காந்தி வேஷம் போட்டு பார்த்திருக்கேன். ஆனா ஃபார் தி ஃபர்ஸ்ட் டைம் காந்தியே வேஷம் போட்டு பார்க்கறேன். പ്രച്ഛന്ന വേഷം. பிரச்சனையை விட்டு நீங்க ரெண்டு பேரும் சண்டை போட்டுட்டு இருக்கீங்க. ആൾമാറാട്ടം തന്നെ. എന്താ പരിപാടി? ആള് മാറുന്നൊക്കെ നമ്മൾ പറഞ്ഞല്ലേ. வயசாயிடுச்சு. ஸ்குவாட் விட்டு போய் பல வருஷம் ஆச்சு. எப்படி யோசிக்கிறீங்களா? எவ்வளோ வயசான என்னையா? A lion is always a lion. അത് പറയുന്നത് ആരോടാ? അത് ആരോടാന്ന് അറിയില്ല. വിജയനോട് തന്നെയാണ്. വിജയനോടാണോ പറയണത്? എനിക്ക് അങ്ങനെ തോന്നുന്നു. மருதமலை மாமணியே முருகையா. ഓ, ഭക്തി മൂവിയാണോ നീ? தேவனின் குலம் ഇനി അതും കൂടി നീ പറയാനുണ്ടായിരുന്നല്ലോ. ബാക്കി എല്ലാ ജോണറും നീ പറഞ്ഞു പോയിട്ടുണ്ട്. എല്ലാ ജോണും പറഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോ എന്തായാലും വെങ്കട്പ്രഭു പറയും ഒരു ടീം മാത്രം ആ ജോണറോട് എടുത്ത് പറഞ്ഞിട്ടുണ്ടെന്ന് പറയും. അത് ഏതാണെന്ന് കുഴപ്പമില്ല, സെലക്ട് ചെയ്താൽ മതിയല്ലോ. എല്ലാ സാധനവും പറഞ്ഞു പോയിട്ടുണ്ട്. ഏതെങ്കിലും അതിനകത്തൊന്ന് സെലക്ട് ചെയ്താൽ മാത്രം മതി. അല്ല, ഇതിൽ ആൾമാറാട്ടം പരിപാടി നമ്മൾ പറഞ്ഞു കഴിഞ്ഞതാണ്. അതിൽ ലയൺ ഈസ് ആൾവേസ് ലയൺ എന്ന് പറയുന്ന ആ ഒരു പോർഷൻ അല്ലേ, അത് ആരോടാണെന്നറിയോ? വയസ്സായ വിജയനോടാണ്. അപ്പൊ അത് ആരാണ്? സ്കിന്ന് വയസ്സും ഉള്ളില് മകനും. അപ്പൊ അതായത് വയസ്സായിട്ടുള്ള രൂപത്തിൽ വയസ്സായ ആള് മകനായിരിക്കും. അപ്പൊ തന്തനെ കുറിച്ചാണല്ലോ അങ്ങനെ പറയാ. മകനോട് പറഞ്ഞു കൊടുക്കുകയാണ്, നീ ഏത് ലുക്കിൽ വന്നാലും വയസ്സായ ആള് അത് ആളോട് തന്നെ ആയിരിക്കൂലേ. എനിക്ക് അത് ആളോടാണെന്ന് തോന്നുന്നില്ല. എനിക്ക് തോന്നുന്നു അവരുടെ ടീമില്ലേ, അതിനകത്ത് ആരെങ്കിലും ഒരാൾ ചോദിക്കുന്ന ഒരു ചോദ്യത്തിന് മറുപടിയായിട്ട് പറയുന്ന പോലെയാണ്. വിജയ് പറയുന്നുണ്ടല്ലോ, ഇത്ര വയസ്സായി, ഈ വയസ്സിൽ ഞാനിത് എങ്ങനെ ചെയ്യും എന്ന് യോസിക്കുന്നുണ്ടോന്ന് ചോദിച്ചില്ലേ? അത് ചോദിക്കുന്ന അങ്ങേരോടാണ്. അങ്ങനോട് തന്നെയാണ്. അതിനുശേഷമാണ് അതിന് മറുപടി കൊടുക്കുന്നത്. ഓക്കെ, എന്നാ ആയിരിക്കും. എനിക്ക് തോന്നിയ ഡൗട്ടാട്ടോ. അത് ചിലപ്പോ പറയാൻ പറ്റൂലേ. സത്യമായിട്ട് അല്ല, ഞാനത് ശ്രദ്ധിച്ചിട്ടില്ല. അയാളോടാണ് ആ പറയുന്നതെന്നുള്ളത്. അയാളോട് തന്നെയാണ്. ആണല്ലേ? എനിക്കെന്നാ തോന്നിയ ഡൗട്ടാണ്. നോക്ക്. കറക്റ്റാ. അപ്പൊ അയാള് തിരിച്ചു പറയണ മറുപടി തന്നെയാണ്. ഓക്കെ നിർത്തിക്കോ. കറക്റ്റ്. അത് ആളോട് തന്നെയാണ് പറയുന്നത്, ആള് തന്നെയാണ് തിരിച്ചും പറയണത്. അപ്പൊ അതായത് മുന്നിൽ നിൽക്കുന്നത് ഏജ് ആയിട്ടുള്ള വിജയുടെ ലുക്കാണ്. അപ്പൊ അത് മകനാണ് ആ നിൽക്കുന്നത് ആയിരിക്കും. അല്ലെങ്കിൽ പ്രായമുള്ള ആളാണെങ്കിലും ചോദിക്കായിരിക്കും, ഞാനിനി ഇതില് വലിയ ചെറുപ്പക്കാരനായിട്ട് ഞാൻ വരാൻ പോവാണ് ഇത് ഏറ്റെടുത്ത് കഴിഞ്ഞാൽ. അല്ല, പക്ഷെ ഈ ഒരു സാധനം നമ്മൾ ആൾറെഡി ഡീകോഡ് ചെയ്തതാണല്ലോ. പിന്നെ പറഞ്ഞു പോയതാ. പിന്നെ നമ്മുടെ ആ ഒരു അല്ല, ഞാൻ ചോദിക്കട്ടെ, റിയാക്ഷൻ ചെയ്ത വീഡിയോയില് ആ ചാനലിലുള്ളതിലും എല്ലാം ചെയ്തതിനകത്തും നമ്മൾ ചെയ്തതൊക്കെ ഏകദേശം ഒരേപോലൊക്കെ തന്നെയാണ്. വലിയ വ്യത്യസ്തമായിട്ട് എനിക്ക് തോന്നിയില്ല. പക്ഷേ ആള് പറയുന്ന കാര്യം കേൾക്കുമ്പോഴാണ് എനിക്ക് പിന്നെ ഡൗട്ട്, ഇത് എന്തായിരിക്കും മൂപ്പര് അത് പറയാൻ കാരണം? ആരും ഇതുവരെ അത് ഡീകോഡ് ചെയ്തിട്ടില്ല. അപ്പൊ കോൺഫിഡൻസ് ലെവൽ നോക്ക്. അപ്പൊ അതിനകത്ത് ആള് ചെയ്തു വെച്ചിരിക്കുന്നത് നമ്മളൊന്നും കണ്ടതിന്റെ അപ്പുറം വേറെ എന്തോ ഒരു സാധനമുണ്ട് സിനിമയിൽ. അതാണ് അതിന്റെ സത്യം. അത് ആൾക്ക് മാത്രമേ അറിയുണ്ടാവുള്ളൂ. അല്ലെങ്കിൽ ആൾക്ക് മാത്രം അതിപ്പം ആള് കൊടുത്തിരിക്കുന്നത്, അത് മറ്റുള്ളവരാരും കണ്ടുപിടിച്ചിട്ടില്ലല്ലോ എന്നുള്ളൊരു കോൺഫിഡൻസിലാണ് ആളിരിക്കുന്നത്. ആള് അങ്ങനെ തന്നെ ആയിരിക്കും അത് കൊടുത്തിട്ടുണ്ടാവുക. അതെ, അത് മനസ്സിലാവാത്ത രീതിയിൽ തന്നെ ആയിരിക്കും. എന്താണെങ്കിലും സിനിമ വരുമ്പോ അറിയാം. എന്തായാലും സെപ്റ്റംബർ 5-ന് 4 മണിക്ക് നമുക്ക് കേരളക്കരക്കാർക്ക് ശരിക്കും മനസ്സിലാക്കാൻ പറ്റും. തീർച്ചയായിട്ടും. അല്ലേ? ലയൺ ഈസ് ഓൾവേസ് ലയൺ ആണോ അല്ലയോ എന്ന്. വെങ്കട് പ്രഭു ഹീറോ ആകോ സീറോ ആകോ എന്ന് നോക്കാം. യെസ്. അപ്പോൾ എന്തായാലും പോവാം. അപ്പോൾ എന്തായാലും ഞങ്ങൾ പോവാണ്. മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് ഉടനെ കാണാം. ബൈ. ബൈ.